ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ഇന്ന് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ എഞ്ചിനീയറിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. ധൻഷു ബേബിനെ നമ്മൾ അംഗനവാടിയിലാക്കിയതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ധൻഷുവിനെ അംഗനവാടിയിൽ വിട്ടേക്കാണ്. അതുകൊണ്ട് അവൻ കൂട്ടാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ പുറകിൽ വെച്ചിട്ടുണ്ട്. ധൻഷു ബേബി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവൻ വിട്ട് നമ്മളങ്ങനെ അവനെ കൂട്ടാതെ നമ്മളങ്ങനെ എവിടെയും പോവാറില്ല. അതുകൊണ്ട് എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അതാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഈ ഒരിത്. നമ്മളത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലുള്ള കാര്യത്തിനൊക്കെ അവനും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയായിരിക്കും. അതൊന്നിനും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് കണ്ണൂർ പോകുന്ന വഴിയിൽ മേഘേച്ചിൻ്റെ വീട്ടിലേക്കാണ്. കണ്ണപുരത്താണ് കേട്ടോ. മേഘേച്ചിൻ്റെ ബൊട്ടിക്കിലേക്കാണ്. അവിടുത്തെ വർക്ക് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വെഡിങ് ബ്ലൗസ് അങ്ങനെയുള്ളതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്ത് നമ്മളിതാ വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. നല്ല വെയിലാണ്. ഭയങ്കര വെയിലുള്ള സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ കണ്ണൂർ പോകുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എവിടെ അല്ലെങ്കിലും വെറുതെ പോകാനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് മെമ്മറീസൊക്കെ ഇറങ്ങിക്കിടക്കുന്ന എന്താ പറയുക, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നിരുന്ന ഒരു ഏരിയയാണ് നമുക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ, ഫ്രണ്ട്സായിട്ടായാലൊക്കെ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഇങ്ങോട്ടൊന്നും വരാതെ. ഒന്നുകിൽ കറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും മിക്കവാറും. നമ്മൾ പഠിക്കുന്നതും കണ്ണൂർ തന്നെയായിരുന്നു. അപ്പോൾ ലീവുള്ള ദിവസമായാലും നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയുടെ ഒക്കെ കൂടെ ആയാലും നമ്മൾ കണ്ണൂർ വന്നിട്ട് തന്നെയാണ് നമുക്ക് എല്ലാ ഇതും വാങ്ങിക്കാനുണ്ടായാൽ കൂടി നമ്മൾ കണ്ണൂർ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോൾ വരുമ്പോൾ അത്തരം ഫീലിങ്സാണ് എനിക്ക് മനസ്സിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അതായത് ചെല്ലാനടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ചെല്ലാനടക്കാന്നുള്ള ഇതിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ എന്തോ സെർവർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. 1-2 വട്ടം നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് മാനുവലായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അതിനുള്ള ഇത് എഴുതിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അവർ പ്രിൻ്റ് എടുത്തിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് പുതുക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് എഴുതാനുണ്ടായിരുന്നു, ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതൊക്കെ ഇവിടുന്ന് എഴുതുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളായിരിക്കും പുള്ളിയാണത് ഫുള്ള് എഴുതി എന്നെ ഹെൽപ്പ് ചെയ്തെന്നുള്ളത്. ഫുള്ള് ഞാൻ തന്നെയാണ് എഴുതിയത്. ആൾ ഈ ഒരു കവറിൻ്റെ വില മാത്രമാണ് കേട്ടോ പേര് എഴുതുന്നത്. അപ്പോൾ സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് അതിലുള്ള ലെറ്ററും കവറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് റിന്യൂ ചെയ്തിട്ട് തിരിച്ച് വരുമ്പം നമ്മളിത് കോഴിക്കോട് നിന്ന് ആണ് നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ ഇവിടെ കണ്ണൂർ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 3 വർഷം മുന്നെയാണ് എടുത്തത് ലൈസൻസ്. അപ്പം കോഴിക്കോട് നിന്ന് എടുക്കുമ്പം അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് സൈൻ ചെയ്തിട്ട് വേണം നമുക്കിനി തിരിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത്രയും ലേറ്റാവും. 1 മാസത്തിലേറെയൊക്കെ ലേറ്റാവും. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞപ്പം മാനുവലായിട്ട് നമുക്ക് അതിനുള്ള ഇത് തന്നിട്ടുണ്ടായാലും ഇനി അതവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ആവും. ആ ഒരു സമയത്ത് അടക്കാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായത്. അത്രയും സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം പിന്നെയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണല്ലോ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഫുട്പാത്തിലൊക്കെ കയറി ചപ്പലൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം നമുക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്നൊന്നിനും നിന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയും ഗസൽ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ട്, നല്ല സൂപ്പറാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ കുറേ അവിടെ പോകണം എന്നായിരിക്കും. നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലം ഇഗ്ലു ആയിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇഗ്ലുവിൻ്റെ ആളായിരുന്നു. അതായത് പുതിയ ബസ് സ്റ്റാൻഡിൽ അവിടെ ഉണ്ടൊരു ഇത്, അവിടുത്തെ സൂപ്പറാണ്. അപ്പോൾ നമ്മളിന്ന് ഗസലിലേക്കാണ്. ഹസ്ബൻഡ് ഒരു 2-3-4 വട്ടം അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ്. കാരണം അടിപൊളി ബിരിയാണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതിയതാണ് നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുക കേട്ടോ. ചിലപ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അറിയില്ല എന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം കേട്ടോ.
ഇവിടെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, മറ്റിടത്തും അധികം ഞാനങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബിരിയാണീൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പടവും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ ബിരിയാണി ഒരു രക്ഷയില്ലാത്തൊരു ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ. ഇതെവിടെയാണ് ഗസലിൻ്റെ ഇത് വരുന്നത്, ഇതല്ല, ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. അവിടത്തേക്ക് നമുക്കിനി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം. ഇതാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസാണ്. നമുക്കിതുപോലൊക്കെ ഒരുപാട് ചെടികൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസാണ് കേട്ടോ ഇവിടെ. എനിക്കിതുപോലുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ ചെടി നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനുള്ളിൽ വലിയ സ്പേസ് ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല, പുറത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഫാന് കാര്യങ്ങളുണ്ട്, ആ ലൈറ്റ് അതൊക്കെ രാത്രി നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുവഴി രാത്രി പോകുമ്പോൾ കാണാറുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരിടം തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പം ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, വീഡിയോസ് ചെയ്യുന്ന ആളല്ല, അതല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു 1-2 വട്ടം ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ വീഡിയോ കാണുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരാൾ, ഞാൻ അയാളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ലഗൂൺ ബിരിയാണിയാണ്. അത് വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ബിരിയാണി. പൊതുവേ എനിക്കൊക്കെ എവിടെ നിന്ന് ബിരിയാണി കഴിച്ചാലും ഭയങ്കര ഒരു, നമ്മുടെ ഭാഷയിൽ പറയാൻ മന്ദക്കൻ എന്നൊക്കെ പറയും. അതായത് ഫുള്ളി വയറൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആയി ഇനിയൊരു സ്ഥലം പോലും ഇല്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് വരികയല്ലോ നമുക്ക്. അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമില്ലേ, അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായില്ല കേട്ടോ. നല്ല കൂളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ഇത് തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആയാലും ഭയങ്കര സൂപ്പർ ബിരിയാണിയാണ്, ഒന്നും പറയാനില്ല. ഒരുപാടടുത്ത് നമ്മൾ ബിരിയാണി, ഞാനൊരു ബിരിയാണി ലവറാണ്. ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടുത്തത് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഞാൻ ഇവിടെ മാത്രമേ വരുള്ളൂ കേട്ടോ ബിരിയാണി കഴിക്കുക. അപ്പോൾ ഇത് പപ്പടം ഉണ്ട്, ചമ്മന്തി, നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഇത് സാലഡ് ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യുക, അതായത് പാഴ്സൽ വാങ്ങിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ 2 ബിരിയാണി നമ്മൾ പാഴ്സലും കൂടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒന്നാണ്. അതും അടിപൊളിയാണ് കേട്ടോ. വേറെന്നാ പിന്നെ എടുത്ത് പറയാനുള്ളത്, ഞാൻ ഓർഡർ ചെയ്തത് സിംഗിൾ ബിരിയാണി. എനിക്ക് എവിടെ പോയാലും സിംഗിളേ പറ്റൂ, ഫുൾ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം സിംഗിൾ എന്ന് വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ഫുഡി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് നന്നായിട്ട് കഴിക്കാം. അത് ഫുള്ള് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ആ ഒരു ഫീലിങ്സ്, വയറ് നിറഞ്ഞ പോലെ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. വരാത്തവർ തീർച്ചയായും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകാത്ത കേട്ടോ. കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ബിരിയാണി സ്പോട്ടാണ്. ബിരിയാണിയിൽ അവർക്കൊക്കെ നല്ല വിശ്വസിച്ച് വരാൻ പറ്റിയ ഒരിടം തന്നെയാണ്. അപ്പോൾ വരിക. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ഇനി ഇത് പൈസയൊക്കെ അടച്ചതാ നമ്മൾ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ RJD ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ലൈസൻസ് നമുക്ക് പോസ്റ്റലായിട്ട് വരിക ചെയ്യുക. അപ്പോൾ അത് അത്രയും ടൈം എടുക്കും എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് ഇത് കൈ പിടിച്ചിട്ടുണ്ട് കുടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രൈറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രഷറിയിൽ പേ ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടെ എൻ്റെ നാട്ടിലുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. സുമ എന്നാണ് ചേച്ചീൻ്റെ പേര്. ചേച്ചി നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഞാനിവിടെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടിലെത്തി ദൻഷനൊക്കെ കൂട്ടി നമ്മൾ നേരെ പോയത് വാൻശാലയുടെ നമ്മുടെ ക്ലബിൻ്റെ വാർഷികമാണ്. അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദൻഷു ബേബിയും ഫ്രണ്ട്സും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പം അതുവഴി ഒരു പശു നടന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നില്ല? ഇവരുടെ ഡാൻസ് കണ്ടിട്ടാണെന്ന് തോന്നും. അതുപോലും ഒരു നിമിഷം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് പരിപാടിയാണ് നമ്മൾ ഇപ്പം ക്ലബിൻ്റെ വാർഷികത്തിന് വേണ്ടി ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു മെഗാ കൈകൊട്ടിക്കളിയാണ്. നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികളടക്കം എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, കണ്ണൂർ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗസൽ സന്ദർശിക്കുക.